മുനികൾ ചോദിച്ചു, ഹേ കുംഭസംഭവ, മഹേശ്വരനായ ത്യാഗേശ്വരൻ എങ്ങനെയാണ് സുന്ദരന്റെ ദൂതനായത്? ആ ചരിത്രത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അഗസ്ത്യൻ പറഞ്ഞു, സുന്ദരനെ ആഗ്രഹിച്ചവളായ ഗൗരി പരിചാരികമാരിൽ രണ്ടാമത്തേവൾ ത്യാഗേശ്വരന്റെ ദാസീവംശത്തിൽ സാഗരിക എന്ന പേരോടെ ജനിച്ചു. സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന ഉത്തമ ലക്ഷണങ്ങൾ സകലവും സാഗരികയിൽ കാണപ്പെട്ടു. നിഷ്കളങ്ക സുന്ദരിയായ അവൾ ബാല്യകാലത്തെ വിദ്യാഭ്യാസം കൊണ്ടുതന്നെ കഴിച്ചു. എല്ലാ എഴുത്തുകളെയും അവൾ പഠിച്ചു. ആട്ടത്തിലും പാട്ടിലും അതിസമർത്ഥയായി. ചിത്രമെഴുതുന്നതിൽ ലോകത്തിൽ എല്ലാവരെക്കാളും വിദഗ്ധയായി തീർന്നു. ലോകത്തിലുള്ള ആനന്ദമെല്ലാം ഉരുണ്ടുകൂടി ഉദ്ഭവിച്ചതുപോലെയിരിക്കുന്ന അവളുടെ ദേഹം ജനങ്ങൾക്ക് നേത്രാനന്ദകരമായി ഭവിച്ചു. അവൾ യൗവനാരംഭ സംബന്ധത്താൽ വിശേഷിച്ച് കാന്തി വർദ്ധിച്ചു. വസന്തകാലത്തോടുള്ള സംബന്ധത്താൽ മല്ലിക ലത പുഷ്പിണിയായി ശോഭിക്കുന്നത് പോലെയും ശരത്കാല സംബന്ധത്താൽ ചന്ദ്രരേഖ ശോഭിക്കുന്നത് പോലെയും വർഷകാല സംബന്ധത്താൽ വിദ്യുല്ലത ശോഭിക്കുന്നത് പോലെയും ശാണോബല സംഘർഷത്താൽ രത്നം ശോഭിക്കുന്നത് പോലെയും അവൾ അത്യന്തം ശോഭിച്ചു. മാതൃഗൃഹത്തിൽ വസിക്കുന്ന ആ സുമുഖി മേഘമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന ചന്ദ്രബിംബം പോലെ ആരുടെ ദൃഷ്ടിയിലും അകപ്പെടാതിരുന്നു. അവൾ ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ സുന്ദരനെ സ്വപ്നത്തിൽ കണ്ടു. ഉടനെ ഉണർന്ന് ആ അദ്ഭുത സ്വരൂപത്തെ മനസ്സുകൊണ്ട് നല്ലവണ്ണം ആരാധിച്ചു. പിന്നെ അവൾക്ക് ഉറക്കമുണ്ടായില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ അവൾ ശയനഗൃഹത്തിന്റെ രത്നഭിത്തിയിന്മേൽ താൻ കണ്ടതുപോലെയുള്ള സുന്ദര രൂപത്തെ എഴുതി. അതുകണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്നു. അവളുടെ മാതാവ് ആ ചിത്രത്തെ കണ്ട് അറിഞ്ഞുവെങ്കിലും പുറത്തൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ത്യാഗേശ്വര ക്ഷേത്രത്തിൽ ഘോഷമായ ഉത്സവം തുടങ്ങി. നാനാദിക്കുകളിൽ നിന്നും വലുതായ ജനസംഘം വന്നുകൂടി. രുദ്രപാദ ദിവസം സാഗരിക സ്നാനത്തിനായി കമലാലയത്തിലേക്ക് പോയി. ആ സുന്ദരനെ എനിക്ക് ഭർത്താവാക്കി തരണമേ എന്ന് ത്യാഗേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ സ്നാനം ചെയ്തു. ജനസംഘത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സുന്ദരൻ കുളിച്ചു കയറുന്നവളായ സാഗരികയെ കണ്ടു നിശ്ചല നേത്രനായി ഭവിച്ചു. അവളെ കണ്ടിട്ട് സ്തബ്ധനായ സുന്ദരന്റെ എല്ലാ ഇന്ദ്രിയവൃത്തികളും നേത്രദ്വയ മാർഗത്താൽ അവളുടെ മുഖത്തിൽ പതിച്ചു. അവളും സുന്ദരനെ കണ്ടിട്ട് ആ സ്വപ്ന പുരുഷനാണെന്നറിഞ്ഞ് കടാക്ഷങ്ങളാകുന്ന ഉൽപ്പലങ്ങളെ കൊണ്ട് സുന്ദരനെ കുറച്ചുനേരം അർച്ചിച്ചു. സാഗരികയുടെയും സുന്ദരന്റെയും നേത്രങ്ങൾ തമ്മിൽ ചേർന്ന് ആശ്ലേഷിച്ചിട്ട് അനിർവചനീയമായ പരമാനന്ദത്തെ അനുഭവിച്ചു. അനന്തരം അനംഗപരതന്ത്രയായിരിക്കുന്ന സാഗരിക ഗൃഹത്തിലേക്ക് പോയി. സുന്ദരൻ അവളുടെ പിന്നാലെ അവളുടെ ഗൃഹദ്വാരത്തോളം പോയി. അവളുടെ പേരും മറ്റും പരിജനങ്ങളോട് ചോദിച്ചറിഞ്ഞ് മടങ്ങിവന്ന് ഒരു വിജന സ്ഥലത്തിൽ കണ്ണടച്ചുകൊണ്ട് അവളുടെ രൂപസൗന്ദര്യത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഗമനം എന്ത് അദ്ഭുതം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സുന്ദരന്റെ മനസ്സ് ആ സാഗരികയുടെ സ്വരൂപതയെ പ്രാപിച്ചു. മഹേശ്വര ധ്യാനം വിട്ടതിനാൽ മ്ലാനഹൃദയനായും അനംഗപീഡയാൽ ഉറങ്ങാതെയും ഇരിക്കുന്ന സുന്ദരനോട് ത്യാഗേശ്വരൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഹേ സഖേ, ഞാനുള്ളപ്പോൾ നിനക്ക് എന്തു ദുഃഖമാണ് ഉണ്ടായത്? നീ മുമ്പത്തെ പോലെ എന്നെ സ്തുതിക്കുന്നില്ല. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? നീ എന്തുകൊണ്ടാണ് ഉറങ്ങാത്തത്? നീ ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നതുമില്ല. നിനക്ക് എന്ത് വ്യാധിയാണ് ഉണ്ടായത്? സത്യം പറയൂ. ഇങ്ങനെ സങ്കടപ്പെടുന്ന സുഹൃത്തിനെ വിട്ടിരിക്കുവാൻ ഞാൻ വിചാരിക്കുന്നില്ല. വേഗം എഴുന്നേറ്റ് ദുഃഖകാരണത്തെ പറയൂ, ഞാൻ അതെല്ലാം തീർത്തുതരാം. സുന്ദരൻ പറഞ്ഞു, എന്റെ ആദി എനിക്ക് സഹിക്കാൻ കഴിയാത്തതായിരിക്കുന്നു. അത് ശമിപ്പിക്കാൻ ഭവാനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ഈ അനംഗരോഗത്തിൽ നിന്നും സുഹൃത്തായ എന്നെ രക്ഷിക്കുക. ഭവാൻ എല്ലാ വൈദ്യന്മാരിലും വെച്ച് ഉത്തമ വൈദ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാഗരിക എന്നു പേരായി ഒരു സ്ത്രീരത്നമുണ്ട്. അവളെ ആയുധമാക്കി മന്മഥൻ എന്നെ പീഡിപ്പിക്കുന്നു. ആ അനംഗജ്വരത്തിനാലാണ് ഞാൻ ഖിന്നനായിരിക്കുന്നത്. അതുനിമിത്തം എനിക്ക് വലുതായ വ്യസനമുണ്ട്. എന്റെ മനസ്സ് ഭവൽ ധ്യാനത്തെ വിട്ട് അവളുടെ സ്വരൂപധ്യാനത്താൽ ആകുലമായിരിക്കുന്നു. ഹേ ദയാനിധേ, കാമാർത്ഥനായിരിക്കുന്ന എന്റെ ആദി വ്യാധിശാന്തിക്കായി ആ സാഗരിയാകുന്ന ഔഷധത്തെ തരിക. ഭവാൻ ദൂതനായിപ്പോയി അവളെ കൊണ്ടുവന്നാൽ 1000 പുതിയ താമര പുഷ്പങ്ങളെ കൊണ്ട് ഭവാനെ അർച്ചിക്കാം.
ഇങ്ങനെ പറഞ്ഞ് നമസ്കരിക്കുന്ന സുന്ദരനോട് ഭക്തവത്സലനായ പരമേശ്വരൻ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ദൂതരൂപത്തെ പ്രാപിച്ചു. സർവ്വജനങ്ങളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിൽ നിദ്രയില്ലാതിരിക്കുന്ന സുന്ദരന്റെ താപശാന്തിക്കായി സർവാന്തര്യാമിയായും ഏകസ്വരൂപനായും ഇരിക്കുന്ന ത്യാഗേശൻ സാഗരിക ഗൃഹത്തിലേക്ക് പോയി. വിശ്വത്തിൽ എല്ലാവരെക്കാളും ഉത്തമനായ ദേവദേവൻ സുന്ദരന്റെ ദൂതനായി പോകുന്നത് കണ്ട് ദേവാദികളെല്ലാം വിസ്മയിച്ചു. ആ മഹേശ്വരന്റെ പാദവിന്യാസത്താൽ പരിശുദ്ധങ്ങളായ മാർഗങ്ങളിലുള്ള പൊടികളെ സിദ്ധന്മാർ ശിരസിൽ ധരിച്ചിട്ട് അജ്ഞാനബന്ധത്തിൽ നിന്ന് മോചിതന്മാരായി ഭവിച്ചു. ഹേ സുന്ദരദൂത, ജയ ജയ എന്നുള്ള കാഹള ശബ്ദം ആകാശത്തിൽ ഘോഷിച്ചു. മഹേശ്വരൻ ഉമാദേവിയോട് പറയാതെ സുന്ദരദൂതനായി പോകുന്നത് കണ്ട് ദേവിയുടെ പരിചാരികമാർ ദേവിക്ക് കാണിച്ചു കൊടുത്തു. കമലാലയ നായികയായ ദേവിയുടെ രത്നമാളികയുടെ മുകളിൽ നിന്നും കിളിവാതിലിൽ കൂടി നോക്കി മന്ദസ്മിതം ചെയ്തു. മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇതും ദേവന് ഭൂഷണം തന്നെ. ഭസ്മം, അസ്ഥിമാല, കപാലം ഇവകളെ ധരിക്കുകയും ശ്മശാനത്തിൽ വസിക്കുകയും വൃദ്ധകാളപ്പുറത്ത് കയറി നടക്കുകയും ചെയ്യുന്ന പശുപതിക്ക് സുഹൃത്തിന്റെ ദൗത്യവും വിനോദമെന്നു മാത്രമേ പറവാൻ പാടുള്ളൂ, അതല്ലാതെ ദൂഷണമല്ല. ഇങ്ങനെ ഉമാദേവി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയാനിധിയായ മഹേശ്വരൻ വീഥിയെ കടന്ന് സാഗരിക ഗൃഹദ്വാരത്തിലെത്തി. ഗൃഹദ്വാരത്തിലുള്ള വാതിലിന്റെ താഴത്തെപ്പടി വരാഹരൂപധരനായ വിഷ്ണുവിനാൽ അറിയപ്പെടാത്തതായ പാദാംബുജത്തെ സ്പർശിച്ചുവോ, മേൽപ്പടിയും ഹംസരൂപധരനായ ബ്രഹ്മാവിനാൽ അറിയപ്പെടാത്തതായ മഹേശ്വര ശിരസിനെ സ്പർശിച്ചുവോ, അത് അത്യദ്ഭുതം തന്നെ. അനന്തരം സർവ്വരൂപധരനായ ത്യാഗേശ്വരൻ അർച്ചകവേഷത്തെ ധരിച്ച് അർദ്ധരാത്രിയിൽ വാതിലിനെ ശബ്ദിപ്പിച്ചുകൊണ്ട് ഇവിടെ ആരാണെന്ന് ചോദിച്ചു. ആ ഗംഭീരവാക്യത്തെ കേട്ട് സാഗരികയുടെ മാതാവ് ആരാണിതെന്ന് ശങ്കിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന സാഗരികയെ വിളിച്ച്, ഹേ സാഗരികയെ, നീ എന്റെ കൂടെ വരിക. ആരോ ഒരാൾ അർദ്ധരാത്രിയിൽ പടിക്കൽ വന്ന് വിളിക്കുന്നു. എന്തു സാഹസമാണ്! ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സാഗരികയുടെ മാതാവ് പടിവാതിലിലും പിടിച്ചുകൊണ്ട് ശങ്കിച്ചു നിന്നു. അപ്പോൾ സാഗരിക സുന്ദരന്റെ മേലുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു, ഹേ ജനനി, കർപ്പൂരത്തിന്റെയും ഗൽഹാരത്തിന്റെയും ജവന്തി പുഷ്പത്തിന്റെയും വാസന പുറത്തേക്ക് ആകർഷിക്കുന്നു. പടിക്കൽ ആരാണെന്ന് വേഗം നോക്കുക. അന്നൊരു ദിവസം ഒരാളെ എന്നു പകുതി പറഞ്ഞു നിർത്തി. അപ്പോൾ വാതിൽ തുറക്കുക എന്ന് പുറത്തുനിന്ന് പിന്നെയും പറയുന്നത് കേട്ടു. അപ്പോൾ സാഗരികയുടെ അമ്മ പറഞ്ഞു, ഹേ പുത്രി, നമ്മുടെ കുലദൈവതമായ ത്യാഗേശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ. നിന്നെ ഉദ്ദേശിച്ച് ആ ത്യാഗേശ്വരൻ തന്നെ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ കുട്ടിയായിരുന്നിട്ടും ഈ സാഹസം ചെയ്യുന്നത് എന്താണ്? ബാലചന്ദ്രനാകുന്ന മുത്തിനെ ധരിച്ചവനായ അങ്ങയ്ക്ക് പരതന്ത്രതായുക്തം തന്നെ. ആ സുന്ദരൻ വരട്ടെ, ഞാൻ അങ്ങയെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്നപ്പോൾ അർച്ചകവേഷധരനായ ത്യാഗേശ്വരനെ കണ്ടു എന്ന് സ്കന്ദോപപുരാണത്തിൽ 12-ാം അധ്യായം. സാഗരികയുടെ മാതാവ് സാക്ഷാത് മഹേശ്വരനെ അർച്ചകനാണെന്ന് വിചാരിച്ച് പറഞ്ഞു, ഈ സമയത്തിൽ എന്റെ ഗൃഹത്തിൽ വരുന്നത് ഗുരുക്കൾക്ക് ഉചിതമോ? എന്നാൽ ഞാൻ അനുഗ്രഹീതയായി ധന്യയുമായി. ഇതാ ദർഭാസനം, ഇവിടെ ഇരിക്കുക. ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക, വന്നതിനുള്ള കാരണം പറയുക. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ അർച്ചകവേഷധരനായ മഹേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ പറയാം, കേൾക്കുക. നിന്റെ പുത്രിയും കേൾക്കട്ടെ. അവളുടെ ശ്രേയസ്സിനും കീർത്തിക്കും സമ്പത്തിനുമായിട്ടാണ് ഞാൻ പറയുന്നത്. ത്യാഗേശ്വരന്റെ ഇഷ്ടമിത്രമായിട്ട് സുന്ദരൻ എന്നൊരാളുണ്ട്. അയാൾ സാഗരികയെ കണ്ടിട്ട് അനംഗപീഠയാൽ ദുഃഖിക്കുന്നു. അയാളുടെ ദൂതനായിട്ടാണ് ഞാൻ നിന്റെ ഗൃഹത്തിലേക്ക് വന്നത്. ആ സുന്ദരന് അതിയായ സമ്പത്തുണ്ട്. പ്രായമോ നവയൗവനം, സൗന്ദര്യവും വിദ്യയും പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ത്യാഗേശ്വരൻ സുഹൃത്തായി ഭവിച്ചത്. അവർ തമ്മിലുള്ള സ്നേഹം പോലെ നിന്റെ പുത്രിയോടുള്ള സ്നേഹവും അഖണ്ഡിതമായിരിക്കും. വളരെ വിലപിടിച്ചതായ പട്ടുവസ്ത്രം ഇതാ വാങ്ങുക. ഇങ്ങനെ പറഞ്ഞ് മഹേശ്വരൻ അവരുടെ കയ്യിൽ ഭസ്മവും കൊടുത്തു. അപ്പോൾ മാതാവ് പുത്രിയോട്, എന്നാൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. അത് കേട്ട് പുത്രി വ്യാജലജയെ നടിച്ചുകൊണ്ട് അർച്ചകനോട് പറഞ്ഞു, ത്യാഗേശ്വരൻ ആജ്ഞാപിക്കുന്ന ഭർത്താവിനെയാണ് എനിക്ക് സമ്മതം. ആ ത്യാഗേശൻ പ്രത്യക്ഷമായി ആരെ വരിക്കുവാൻ പറയുന്നുവോ അവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. അർച്ചകൻ പറഞ്ഞു, ഹേ സാഗരികെ, ത്യാഗേശ്വരനും ഇതുതന്നെയാണ് സമ്മതം. വിദ്വാനായ സുന്ദരൻ ത്യാഗേശ പ്രിയനാണല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ ചെയ്യുക. ത്യാഗേശ സന്നിധിയിൽ തന്നെ സുന്ദരനെ വരിക്കുക. അത് കേട്ട് സാഗരിക പിന്നെയും പറഞ്ഞു, സ്വാമിക്ക് അത് സമ്മതമാണെങ്കിൽ പ്രത്യക്ഷനായി എന്നോട് പറയട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ മഹേശ്വരൻ അവർക്ക് തന്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചില ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നമസ്കരിച്ച് മോക്ഷത്തെ അപേക്ഷിച്ചു. അവരോട് ദേഹാന്ത്യത്തിൽ മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ തമ്മിൽ ചേരുമെന്ന് സാഗരികയോടും പറഞ്ഞ് മറയുകയും ചെയ്തു. ദിവ്യശക്തിമാനായ ദേവൻ ആ നഗരവാസികൾക്ക് നാളെ സാഗരികയെ സുന്ദരനോട് ചേർക്കണമെന്ന സ്വപ്നം കാണിച്ചു.
അനന്തരം മഹേശ്വരൻ സുന്ദരന്റെ അടുക്കൽ ചെന്ന് നാളെ നിങ്ങൾ തമ്മിൽ ചേരും എന്ന് പറഞ്ഞു സ്നേഹപരവശനായിട്ട് സുന്ദരനെ ഗാഢാശ്ലേഷം ചെയ്തു. ഹേ സഖേ, സാഗരികയോടുകൂടി രമിക്കുമ്പോൾ എന്നെ മറന്നു കളയരുതേ, സുഖമായി വിഹരിക്കുക എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ നഗരവാസികളെല്ലാവരും കൂടി സ്വപ്നാവലോകനത്തെയും സാഗരിക സുന്ദരന്മാരുടെ അനുരൂപത്തെയും ഓർത്ത് വിസ്മിതരായിട്ട് സുന്ദരനെ കൂട്ടിക്കൊണ്ടുവന്ന് സാഗരികയോട് യോജിപ്പിച്ചു. അനന്തരം സുന്ദരൻ സാഗരികയോടുകൂടി സ്വർഗലോകത്തിൽ കൂടി ദുർലഭമായ സുഖങ്ങളെ അനുഭവിച്ചു. ഒരു ദിവസം സുന്ദരൻ സ്നാനം ചെയ്ത് നിത്യകർമ്മവും ചെയ്ത് ത്യാഗേശ സന്നിധിയിൽ വന്ന് സ്തുതിപ്പാൻ തുടങ്ങുമ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ഹേ സഖേ, പ്രഭാത സമയത്തിൽ സാഗരികയുടെ മാളികയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴുള്ള നിന്റെ വേഷം അതിമനോഹരമായിരിക്കുന്നു. നിത്യവും ആ വേഷത്തോടുകൂടി വന്ന് എന്നെ ഭജിക്കുക. വിപരീത കർമ്മം എന്റെ ദാസന് കൂടി ബന്ധകരമായി ഭവിക്കുകയില്ല. അങ്ങനെയിരിക്കെ സുഹൃത്തിന് പറയേണ്ടതുണ്ടോ? ഇങ്ങനെ മഹേശ്വരന്റെ വാക്കുകേട്ട് സുന്ദരൻ ദിനംതോറും അങ്ങനെ തന്നെ ചെയ്തു. മഹേശ്വര സ്തുതികളാൽ സുന്ദരവാക്കായ സുന്ദരൻ സാഗരികയുടെ മന്ദസ്മിതം, കടാക്ഷം, സാരസ്യ ഭാഷണം, ഗാഠാലിംഗനം മുതലായ സുഖാനുഭവ സമയങ്ങളിൽ ഇഷ്ടമിത്രമായ ത്യാഗേശ്വരനെ ഒട്ടും മറന്നില്ല. കുളിക്കാതെയും നിത്യകർമ്മം ചെയ്യാതെയും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സുന്ദരനെ കണ്ടിട്ട് ചിലർ അവൻ ദൂർധനാണ്, അവനെ തുടരുത് എന്ന് പറഞ്ഞു. ചിലർ ത്യാഗേശന്റെ പ്രസാദം സിദ്ധിച്ചവനാണ്, അതുകൊണ്ട് ത്യാഗേശ തുല്യൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ശങ്കര സുഹൃത്തായ സുന്ദരനാവട്ടെ നിന്ദാസ്തുതികളെ സമമായി വിചാരിച്ചു. പരിശുദ്ധമായ ഗംഗാപ്രവാഹത്തിന് മലിനസ്ഥല സംസർഗം ഏതുപ്രകാരം ദോഷകരമായി ഭവിക്കില്ലയോ, അതുപോലെ മഹേശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരന് വേശ്യാസംസർഗം ദോഷമായി ഭവിച്ചില്ല. അനന്തരം ഒരിക്കൽ മഹേശ്വരൻ രാവിലെ സാഗരിക ഗൃഹത്തിൽ നിന്ന് വരുന്ന സുന്ദരന്റെ കൈപിടിച്ചിങ്ങനെ ചോദിച്ചു, ഹേ സഖേ, ഞാൻ കുറഞ്ഞൊന്ന് ചോദിക്കുന്നു, സത്യം പറയൂ. സാഗരികയുടെ സംഭോഗത്തിലുള്ള സുഖം എങ്ങനെയുള്ളതാണെന്ന് എന്നോട് പറയൂ. സുന്ദരൻ പറഞ്ഞു, മഹേശ്വര, ഇഷ്ടവസ്തു ദർശനത്താലുണ്ടാവുന്ന മോദമാകട്ടെ, അതിനെ ലഭിച്ചാലുള്ള പ്രമോദമാവട്ടെ, അതിനെ അനുഭവിക്കുമ്പോഴുണ്ടാവുന്ന ആനന്ദമാവട്ടെ, ഞാൻ ഒട്ടും അറിയുന്നില്ല. ശയ്യയിൽ കിടന്ന് അനുഭവിക്കുന്നവന്റെ സുഖത്തെ ശയ്യയിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രം അറിയുമോ? അതുപോലെ പഞ്ചകോശങ്ങളുടെ അന്തസ്ഥിതനായി സാക്ഷിരൂപനായിരിക്കുന്ന ഭവാന്റെ സുഖം എനിക്കറിഞ്ഞുകൂടാ. അന്തര്യാമി രൂപത്താൽ സർവേന്ദ്രിയങ്ങളുടെ പ്രേരകനായും സർവഭൂതങ്ങളുടെയും ഹൃദയകോശവാസിയായും കർത്താവായും ഭോക്താവായും സകല തത്വങ്ങളെ അറിയുന്നവനായും ഇരിക്കുന്ന ഭവാൻ തന്നെ ഇതെല്ലാം അറിയുന്നു. ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല, ഭവാനാൽ പ്രേരണം ചെയ്യപ്പെടുന്നവനാണ്. വിശേഷിച്ച് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ യാതൊരു ജഗത്തുണ്ടോ ആ നാമരൂപാത്മകമായ സകല വസ്തുവും ഭവാൻമയമാണല്ലോ. ഇങ്ങനെ പറഞ്ഞ സുന്ദരൻ മഹേശ്വര പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. സമീപത്തിൽ വൃത്തിനെ പോലെ മിണ്ടാതെ നിന്നു. പിന്നെ സുന്ദരൻ മഹേശ്വരാനുജ്ഞയാൽ തില്ലകാവനവാസികളായ ബ്രാഹ്മണരെ സ്തുതിച്ച് അവരാൽ പൂജിതനായിട്ട് അവരിൽ അഗ്രഗണ്യനായി ഭവിച്ചു. ആ സുന്ദരന്റെ ചിത്തപരിഭാഗത്തെ കണ്ടിട്ട് ജലത്തിൽ തിരമാലകൾ എന്ന പോലെ ഏതൊരു ജ്ഞാനത്തിൽ ഈ ജഗത്ത് ഉദ്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നുവോ ആ വേദാന്ത വിജ്ഞാനത്തെ മഹേശ്വരൻ കൊടുത്തു. മഹേശ്വരൻ തന്റെ പാദതീർത്ഥത്തിൽ സ്നാനം ചെയ്തവനായ സുന്ദരനെ ജ്ഞാനദീക്ഷയെ കൊണ്ട് കൃതാർത്ഥനാക്കുമ്പോൾ സനകാദികളായ ഋഷീശ്വരന്മാർ അവിടെ വന്നു. അവർ മഹേശ്വരനെ നമസ്കരിച്ചു. സംശയ നിവൃത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ മഹേശ്വരൻ ആ മുനികൾ കേൾക്കെ സുന്ദരനോട് പറഞ്ഞു, വ്യാപാരരഹിതനായും അജ്ഞാനരഹിതനായും ശുദ്ധസത്വസ്വരൂപമായും ദോഷരഹിതമായും അജ്ഞാനദ്വാന്തരഹിതമായും സർവവ്യാപിയായും സാക്ഷിപ്രകാശരൂപമായും ഇരിക്കുന്ന ഞാൻ തച്ഛബ്ദവാച്യൻ, അതു നീയായിരിക്കുന്നു നിശ്ചയം. സൃഷ്ടിക്കു മുമ്പേ ഞാൻ ഒരുത്തൻ തന്നെയാണ് ഉള്ളത്. അന്യമായിരിക്കുന്ന കാര്യകാരണം യാതൊന്നുമില്ല. കാര്യകാരണങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ യാവനൊരുത്തൻ ശേഷിക്കുന്നുവോ അവൻ ഞാനാണ്. അങ്കുഷ്ടപ്രമാണനായി ഹേരാകാശത്തിങ്കൽ ശയിക്കുന്നവനായി ഉപദ്രവരഹിതനായിരിക്കുന്ന എന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ശയിക്കുന്നവനായി മുനീശ്വരന്മാർ ആത്മാകാരമായ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. എന്നാൽ പ്രേഷിതമായ മനസ്സാകുന്ന ഭൂതം വിഷയങ്ങളിൽ പതിക്കുന്നു. ദ്വാരമുള്ള ഘടത്തിലെ ജലം പോലെ പ്രാണസമൂഹം എന്നാൽ പ്രേഷിതമായിട്ട് ശരീരാന്തർഭാഗത്തിൽ സഞ്ചരിക്കുന്നു. ആശ്ചര്യം! യാതൊരു എന്നാൽ ചക്ഷുസ്വരൂപത്തെ കാണുന്നുവോ, യാതൊരു എന്നാൽ ശ്രോത്രേന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കുന്നുവോ, യാതൊരു എന്നാൽ ജിഹ്വേന്ദ്രിയം സ്വാദറിയുന്നുവോ ആ ഞാൻ സർവേന്ദ്രിയങ്ങളുടെയും അന്തർഭാഗത്തിലുള്ളവനാകുന്നു. സൂര്യാദികളായിരിക്കുന്ന പ്രകാശപദാർത്ഥങ്ങൾ നേത്രത്താൽ ദീപം എന്ന പോലെ പ്രകാശരൂപനായ എങ്കൽ പ്രകാശിക്കുന്നു. സർവേന്ദ്രിയങ്ങളും രാജാവിനെ അനുസരിച്ച് സൈന്യം എന്ന പോലെ എന്നെ അനുയാനം ചെയ്യുന്നു. എങ്കിൽ നിന്നുണ്ടായിരിക്കുന്ന സർവവസ്തുവും സമുദ്രത്തിൽ നുര ഏതുപ്രകാരം അസത്യമായിരിക്കുന്നുവോ അതുപോലെ എങ്കിൽ അസത്യമാണ്. ജഗത്ത് ഭിന്നജലത്തിൽ ചന്ദ്രൻ എന്നതുപോലെയും
സ്വപ്നദ്രഷ്ടാവിന് സ്വപ്നദേഹമെന്നതുപോലെയും മിഥ്യയാണ്. അനേക ഭൂതങ്ങൾ ജനിക്കുന്നവയായിരുന്നാലും ലയിക്കുന്നവയായിരുന്നാലും മേഘങ്ങളുടെ ഉൽപ്പത്തിനാശങ്ങളെക്കൊണ്ട് ആകാശത്തിന് ഏതു പ്രകാരം വികാരമില്ലയോ അതുപോലെ എനിക്കും യാതൊരു വികാരവുമില്ല, നിങ്ങൾക്കുമില്ല. ആ ബ്രഹ്മസ്തംഭപര്യന്തം അകവും പുറവും നിറഞ്ഞതായ യാതൊരു കൂടസ്ഥ ചൈതന്യമുണ്ടോ ആ കൂടസ്ഥ ചൈതന്യമാണ് ഞാൻ എന്നറിയുന്ന ജീവൻ സംസാരപാശത്തിൽ നിന്നും മുക്തനായി ഭവിക്കുന്നു. ദേഹമാകുന്ന വൃക്ഷത്തിൽ ജീവേശ്വരന്മാരാകുന്ന രണ്ടു പക്ഷികൾ ദേഹത്തെ ആശ്രയിച്ചിരിക്കും. രണ്ടിൽ വെച്ച് ജീവനാകുന്ന ഒരു പക്ഷി വിഷയസുഖത്തെ അനുഭവിക്കുന്നു, ഈശ്വരനാകുന്ന മറ്റേ പക്ഷി വിഷയത്തെ അനുഭവിക്കാതെ പ്രകാശിക്കുന്നു. സമുദ്രത്തിൽ നിന്നും ജലഗണങ്ങളെന്ന പോലെ പുണ്യകർമ്മത്താൽ ഉണ്ടാവുന്ന ആ സുഖങ്ങൾ എങ്കിൽ ഇരിക്കുന്നവയാണ് എന്ന് അറിഞ്ഞ് വിഷയസുഖ സങ്കല്പമില്ലാതിരിക്കുന്ന ജീവൻ മോക്ഷത്തെ പ്രാപിച്ച് പിന്നെ മടങ്ങുന്നില്ല. തർക്കം മുതലായ വിദ്യകൾ എന്റെ ജ്ഞാനത്തിന് ഹേതുക്കളല്ല. ഉപനിഷത്താകുന്ന ദീപം എന്നെ പ്രകാശിപ്പിക്കുന്നില്ല. ഉപനിഷത്തിനെ അറിയുന്നവരും എന്നെ അറിയുന്നില്ല. ബഹുകാലം കൊണ്ട് ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുവാൻ യോഗ്യനായ എന്നെ എന്റെ അനുഗ്രഹത്താൽ ഭക്തി ഒന്നുകൊണ്ട് തന്നെ വേഗത്തിൽ അറിഞ്ഞിട്ട് വളരെ ജനങ്ങളിൽ ഒരുത്തൻ മാത്രം കടക്കാൻ പാടില്ലാത്തതായ സംസാര സമുദ്രത്തെ കടക്കുന്നു. ഊർണനാഭി ഏതു പ്രകാരം തങ്കലിരിക്കുന്ന തന്തുക്കളെ താൻ തന്നെ സൃഷ്ടിച്ച് താൻ തന്നെ രക്ഷിച്ച് താൻ തന്നെ ഗ്രസിക്കുന്നുവോ അതുപ്രകാരം ഈശ്വരൻ ജഗത്തിനെ താൻ തന്നെ സൃഷ്ടിച്ച് താൻ തന്നെ രക്ഷിച്ച് താൻ തന്നെ ഗ്രസിക്കുന്നു. ഇപ്രകാരം അറിഞ്ഞാൽ മുക്തനായി ഭവിക്കും. സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥിതനായും സർവസാക്ഷിയുമായിരിക്കുന്ന എന്നെ തന്നെ ശരണം പ്രാപിച്ചിട്ട് കൃതാർത്ഥന്മാരായി സംസാരസാഗരത്തെ കടക്കുന്നു. ഹേ സുന്ദര, ഇങ്ങനെയുള്ള വേദാന്ത വിജ്ഞാനത്തെ ഞാൻ നിനക്ക് തന്നു. വിരക്തനായിട്ട് ഇതിനെ മനനം ചെയ്താൽ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. ശ്രദ്ധയാലും ഉത്തമ ഭക്തിയാലും തപസ്സിനാലും ഗുരുവിന്റെ അനുഗ്രഹത്തിനാലും 1000-ൽ ഒരു ധന്യൻ മാത്രം ഛിന്ന സംശയനായിട്ട് മോചിക്കപ്പെടുന്നു. അതുകൊണ്ട് ഹേ സുന്ദര, നീ എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പ്രസാദം കൊണ്ട് നിനക്ക് ബ്രഹ്മവിദ്യ ലഭിച്ചു. നീ സുഖമായി ഭവിക്കുക. സകല പ്രപഞ്ചത്തെയും എന്റെ രൂപമാണെന്നറിഞ്ഞാൽ പാമര ജനങ്ങൾ ചെയ്യുന്ന നിന്ദയെ നീ സ്മരിക്കുകയില്ല. താൻ ത്യജിച്ചതായ തോലിനെ സർപ്പം പിന്നെ സ്മരിക്കുന്നില്ല. എന്റെ ഈ ചിന്മയിയായ മുദ്രയെ ധ്യാനിച്ചാൽ ജനനത്തിന് അവസാനം ഭവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ത്യാഗേശൻ തന്റെ ചിന്മുദ്രയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ സുന്ദരനും സനകാദികളെല്ലാവരും ഛിന്ന സംശയന്മാരായി ഭവിച്ചു. പൂർണ്ണ മാനസന്മാരായ അവർ ത്യാഗേശനെ 1000 പ്രാവശ്യം നമസ്കരിച്ചു. അനന്തരം ത്യാഗേശ്വരന്റെ അനുജ്ഞയാൽ സനകാദികൾ ബ്രഹ്മലോകത്തേക്ക് പോയി. അവർ ത്യാഗേശനാൽ കാണിക്കപ്പെട്ട ചിന്മുദ്രയെ നിത്യം ധ്യാനിച്ചുകൊണ്ടിരുന്നു. അനന്തരം സുന്ദരൻ തനിക്ക് വേണ്ടി ത്യാഗേശൻ ചെയ്തിട്ടുള്ള ഉപചാരമായ ദൂതകൃത്യത്തെ അനേകം സ്തോത്രങ്ങളാൽ ക്ഷമിപ്പിച്ച മഹേശ്വര പ്രസാദത്താൽ വിഷയങ്ങളിൽ നിന്നും വിരക്തനായിട്ട് പരമമായ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു. സുന്ദരന്റെ ഈ ചരിത്രത്തെ ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മഹേശ്വര പ്രസാദത്താൽ മുക്തി ലഭിക്കും, സംശയമില്ല എന്ന് സ്കന്ദോപപുരാണത്തിൽ 13-ാം അധ്യായം